ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്ക് ഞാൻ നമസ്കാരം പറയുന്നു. കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് പല പ്രാവശ്യവുമായി ഞാൻ ചിന്തിച്ചു വന്ന വിഷയം നല്ല മനസാക്ഷി, ശുദ്ധ ഹൃദയം, നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന സ്നേഹം. ദൈവസ്നേഹം ഉളവാകുന്നത് ഒരു നല്ല മനസാക്ഷി നാം കാത്തു സൂക്ഷിക്കുമ്പോഴാണ്, ഒരു ശുദ്ധ ഹൃദയം നാം പ്രാപിക്കുമ്പോഴാണ്, നിർവ്യാജമായൊരു വിശ്വാസം, ഒരു നിഷ്കളങ്കമായൊരു വിശ്വാസം നമുക്ക് കരഗതമാകുമ്പോഴാണ്. ഈ ശുദ്ധ ഹൃദയം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ ശുദ്ധ ഹൃദയത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്കറിയാവുന്നതാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, വിശുദ്ധമായ ഹൃദയമുള്ളവർ ഭാഗ്യവാന്മാരാണ്. അവർ ദൈവത്തെ കാണും. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ശുദ്ധഹൃദയം പ്രാപിപ്പാൻ ആ ശുദ്ധഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നാം മനസ്സിലാക്കണം. എന്താണ് ഒരു വിശുദ്ധ ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? നാം അതിനെക്കുറിച്ചും ഏതാനും ചില കാര്യങ്ങൾ ചിന്തിച്ചു. ഒരു ശുദ്ധഹൃദയം എന്ന് പറയുന്നത് ദാവീദ്, രാജാവും ദീർഘദർശിയുമായ ദാവീദ് സങ്കീർത്തനത്തിൽ പാടുന്ന പോലെ തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയമാണ്. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം തകർന്ന ഹൃദയം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യവും നമ്മൾ കണ്ടു, അത് നന്ദിയുള്ളൊരു ഹൃദയമാണ്. ഹൃദയം വിശുദ്ധമാകണമെങ്കിൽ അതിന് നന്ദിയുള്ളൊരു ഹൃദയമായിരിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഹൃദയം. പുറമേ വായു കൊണ്ട് സ്തുതിക്കുന്നില്ല, അതിന് അങ്ങനെയാണെങ്കിൽ പോലും ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് പൊങ്ങി വരുന്നതായ സ്തുതി, ദൈവിക സ്തുതി, നന്ദിയുള്ള ഒരു ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞ് കവിയുമ്പോഴാണ് സ്തുതി ഉരുത്തിരിഞ്ഞ് വരുന്നത്. ആ സ്തുതി ദൈവത്തിൻ്റെ മുഖത്തെ കാണുവാൻ നമുക്ക് ഏറ്റവും എളുപ്പമാക്കി തീർക്കും. അത് പരിശുദ്ധാത്മാവ് തരുന്നതായ ഒരു വലിയ വരദാനമാണ് ഈ സ്തുതി. അത് നാം അനുഭവിക്കുമ്പോൾ യേശുവിൻ്റെ മുഖം കാണാം. യേശുവിനെ കണ്ടുകൊണ്ട് നാം സ്തുതിക്കുകയാണ്. തൃപ്പാദത്തിലിരുന്ന് നാം നന്ദിയോടെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നന്ദിയുള്ള ഹൃദയം. ഈ നന്ദിയുള്ള ഹൃദയം പ്രാപിക്കണമെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നറിയണം. കർത്താവ് എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ വൻ ക്രിയകൾ, അതെന്താണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്? അത് നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ സ്തുതി വരികയുള്ളൂ. നിത്യ നരകത്തിൻ്റെ അവകാശിയായി നിത്യയിൽ നരകയാതനയിൽ കിടന്ന് ദണ്ഡന സ്ഥലത്ത് കിടന്ന് പടയേണ്ടിയിരുന്ന എന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ എൻ്റെ സകല പാപങ്ങളും അവൻ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി എൻ്റെ യേശു ക്രൂശിൽ മരിച്ചതിനാൽ എൻ്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തി എന്നെ നിത്യ നരകത്തിൽ നിന്ന്, പിശാചിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വീണ്ടെടുത്തു. എന്നെ നിത്യജീവൻ്റെ അവകാശിയാക്കി തീർത്തു, സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർത്തു. പൗലോസ്ലീഹ പറയും, ആകയാൽ നാം ഇനി അന്യരും പരദേശികളുമല്ല, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് നാം. ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. ദൈവം നമ്മെ അവൻ്റെ മക്കളാക്കി തീർത്തു. പാപമെല്ലാം ആ തിരക്തം കൊണ്ട് കഴിയത്തന്നു. നാം ഒന്നും അധ്വാനിച്ചിട്ടല്ല, ഒറ്റക്കൊരു കാര്യമേ നമ്മൾ ചെയ്തുള്ളൂ. നാം വിശ്വസിക്കാൻ ഒരു കൃപ കിട്ടി. ആ ക്രൂശ് മരണത്തെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടു. രക്ഷയുടെ അനുഭവം കിട്ടി.
രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചു. രക്ഷ പൂർണ്ണമായി എന്നല്ല, രക്ഷ പൂർണ്ണമല്ല, രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചു. അതാണ് ഒരു മാനസാന്തരം എന്ന് പറയുന്നത്. ഒരു മാനസാന്തരം കിട്ടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്തുവെന്ന് തിരിച്ചറിയുമ്പോൾ നന്ദി കൊണ്ട് ഹൃദയം തിങ്ങും, ഹൃദയം നിറയും. അത് പിന്നെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, നിത്യജീവൻ പ്രാപിക്കണം. എനിക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാകണം. പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്ന സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുന്നതായ ആ വചനപ്രകാരം ഈ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നതായ ഈ ദുഷ്ടലോകത്ത് നാം ജീവിക്കുമ്പോൾ എനിക്ക് ഒരു വലിയൊരു ലക്ഷ്യം എൻ്റെ ഹൃദയത്തിൽ വേണം. എന്താണ്? ഈ ലോകം വിട്ട് ഞാൻ പോകേണ്ടവനാണ്. ഇത് ദൈവം നിർണയിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇവിടുന്ന് പോകും, എല്ലാം വിട്ടുപോകും. എൻ്റെ ഭവനം വിട്ടുപോകും, എൻ്റെ സ്വന്തക്കാരെ, എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എനിക്കുള്ള സകലതും, എൻ്റെ വീടും എനിക്കുള്ള സകലതും ഞാൻ വിട്ടുപോകും. പോകേണ്ടത് അവനാണ്. അങ്ങനെ ഈ ലോകം താൽക്കാലികമാണെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഒരു സുപ്രീം പ്രയോറിറ്റി സ്വർഗരാജ്യം, നിത്യജീവനായിരിക്കും. അങ്ങനെ നിത്യജീവനെ കാക്ഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ശുദ്ധ ഹൃദയമുള്ളവർ. ദൈവത്തിൻ്റെ സ്തോത്രം. ശുദ്ധ ഹൃദയം നിത്യജീവൻ ഒന്നാം സ്ഥാനം കൊടുത്ത് അതിനുവേണ്ടി കാക്ഷിക്കുന്നതാണ് എന്ന് നാം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നാം ചിന്തിച്ചു. വിശ്വാസവീരന്മാരായ പിതാക്കന്മാരെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ വർണ്ണിക്കുമ്പോൾ അവരുടെ ആ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവർ വിശുദ്ധന്മാരായിരുന്നു, അവർ ശുദ്ധ ഹൃദയമുള്ളവരായിരുന്നു. അവരെ ദൈവം രൂപാന്തരപ്പെടുത്തി അവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ച് വൻ കാര്യങ്ങൾക്ക് വേണ്ടി അവരെല്ലാം ദൈവം ഉപയോഗിച്ചു. അവരെക്കുറിച്ച് പറയുന്നത് 11-ാം അധ്യായം എബ്രായ ലേഖനം 11-ന്റെ 16 നമുക്ക് വായിക്കാം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഈ ലോകമല്ല, ലോകത്തിലുള്ളതായ ഈ താൽക്കാലിക സുഖഭോഗങ്ങളോ സമ്പത്തോ ഒന്നുമല്ല. അധികം നല്ലതാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. സ്വർഗരാജ്യം, നിത്യനായ ദൈവത്തോടു കൂടിയുള്ള ആ നിത്യമായ വാസം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ രക്ഷ, നിത്യമായ രക്ഷ, നിത്യജീവൻ, ദൈവത്തിന് സ്തോത്രം. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ സഭയുടെ എല്ലാം ലക്ഷ്യം. അതല്ലേ? അതിനല്ലേ സഭ, അതിനല്ലേ ആരാധന, അതിനല്ലേ സുവിശേഷം, അതിനല്ലേ കൂട്ടായ്മകൾ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കാറുണ്ട്, പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യേ, കുർബാനയുടെ അവസാന ഭാഗത്ത് കർത്താവിന് തിരുശരീര രക്തങ്ങൾ എഴുന്നള്ളിച്ച് ആഘോഷിക്കുന്ന സമയത്ത് കാസായും ബീലാസായും എടുത്തുകൊണ്ട് പട്ടക്കാരൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണത്? നമ്മുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും നമ്മുടെ പുനരുത്ഥാനത്തിനും നമ്മുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി ഇനിയും വരുവാനിരിക്കുന്നതുമായ ദൈവപുത്ര, നിൻ്റെ ഈ സ്വർഗീയമായ ബലിപീഠത്തിൽ നിന്ന്, രക്ഷാദായകമായ ഈ ബലിപീഠത്തിൽ നിന്ന് നിൻ്റെ ദാസീദാസന്മാർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. എന്താണ് അതിൻ്റെ അർത്ഥം? പാപപരിഹാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലായി. പിതാക്കന്മാരത് അനുഭവിച്ചു. പാപപരിഹാരം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അത് യേശുക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അത് രക്ഷ എന്ന് പറയുന്നത് യേശുവിനെ കിട്ടുന്നതാണ്. പാപപരിഹാരം, നിൻ്റെ ബലിപീഠത്തിൽ നിന്ന് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. സ്വർഗീയമായ ബലിപീഠത്തിൽ നിന്ന് ഞങ്ങളിവിടെ പ്രതീകാത്മകമായി ഞങ്ങൾക്ക് ബലിപീഠമുണ്ട്, വിശുദ്ധ മധുവായുണ്ട്, ത്രോണോസുണ്ട്. പക്ഷേ അതല്ല കർത്താവേ, സ്വർഗീയമായ നിൻ്റെ ബലിപീഠത്തിൽ നിന്ന് നിൻ്റെ ദാസീദാസന്മാർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും നമ്മുടെ പുനരുത്ഥാനത്തിനും നമ്മുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി ഇനിയും വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, കർത്താവേ, നീ രണ്ടാമതും വരും. കർത്താവേ, നീ വന്നു ഞങ്ങൾക്ക് രക്ഷയൊരുക്കി.
ഞങ്ങൾക്ക് നീ രക്ഷദാനമായി തന്നു, ഇനി നീ വരും. അതെന്തിനാണ്? നിത്യമായ പുതുക്കത്തിന്, മനുഷ്യവർഗത്തിൻ്റെ, ഞങ്ങളുടെ ഈ വർഗത്തിന് നിത്യമായ പുതുക്കത്തിന് വേണ്ടി, നിത്യമായ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, നിത്യമായ പുതുക്കത്തിന് വേണ്ടി. അതാണ് നിത്യജീവൻ. അതാണ് നിത്യജീവൻ. ഞങ്ങൾക്ക് നിത്യജീവൻ തരുവാൻ, അത് അനുഭവവേദ്യമാക്കുവാൻ, ഞങ്ങളെ നിത്യമായ സ്വർഗീയ മഹോന്നതങ്ങളിലേക്ക് കരയേറ്റിക്കൊണ്ട് പോകുവാൻ, യേശുവേ ദൈവപുത്ര നീ വീണ്ടും വരും. സ്തോത്രം! എന്ത് പ്രത്യാശ പ്രിയപ്പെട്ടവർ! ഇതൊക്കെ നാം കേൾക്കും. നാം ഇതൊക്കെ ഇതിൻ്റെ ആന്തരികമായ അർത്ഥവ്യാപ്തി വല്ലതും അനുഭവിക്കുന്നുണ്ടോ? അനുഭവിച്ചിടുന്നവർക്കായി അനുഷ്ഠിക്കുന്ന ഈ കുർബാന ഗാനം എഴുതി വെച്ചു പിതാക്കന്മാർ. അനുഭവിക്കുന്നവർക്കാണ് ഇത്, ഈ കുർബാന അനുഷ്ഠിക്കുന്നത്. സ്തോത്രം! ആത്മീയമായി ഇത് അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം! ഭൗതികമായി അനുഭവിച്ചാൽ പോരാ, ആത്മീയമായി അനുഭവിക്കണം. അങ്ങനെ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. അവൻ ഇനിയും വരും, എൻ്റെ യേശു വരും. ഒരിക്കൽ വന്നു, നമുക്ക് വേണ്ടി രക്ഷയൊരുക്കി, കാൽവരി ക്രൂശിൽ തൻ്റെ ജീവൻ അർപ്പിച്ചു. അവൻ രക്ഷ നമുക്ക് ദാനമായി തന്നു. ദൈവത്തിന് സ്തോത്രം! അത് വ്യക്തമായി വിശ്വസിച്ചുകൊണ്ട്, വചനം വിശ്വസിച്ചുകൊണ്ട്, വചനത്തിൽ അധിഷ്ഠിതമായി നമ്മതെല്ലാം പഠിച്ചും പ്രസംഗങ്ങൾ കേട്ടും വചനം കേട്ടും അത് ആരാധനയിൽ കൂടി അല്ലാതെ അനുഭവിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ആ രക്ഷ നമുക്ക് അനുഭവവേദ്യമായി. അപ്രകാരം മാനസാന്തരപ്പെട്ടവർക്ക്, രക്ഷ അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് വിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിൻ്റെ ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം! നാം എല്ലാം ഇത് അനുഭവിക്കണമെന്ന് ഞാൻ പറയും. വിവിധ സഭകളിൽ ഉള്ളവർ ദൈവമക്കളാണുള്ളത് കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിവിധ രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ നമുക്കുണ്ടായിരിക്കും. പക്ഷേ ആരാധന ഏതായാലും എല്ലാത്തിൻ്റെ അന്തസത്ത ഒന്നു മാത്രം, ജീവനുള്ള ക്രിസ്തുവാണ് ആ ആരാധനയുടെ കേന്ദ്രബിന്ദു. ആ ക്രിസ്തുവിനെ അനുഭവിക്കുന്നതാണ് ആരാധന. അത് അനുഭവിച്ചുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് തിരിച്ചറിഞ്ഞ് അവനെ സ്തുതിക്കുന്നതാണ് ആരാധന. നിറഞ്ഞ ഹൃദയത്തോടെ ശരീരവും മനസ്സും ആത്മാവും ഒന്നിച്ചുകൂടി ദൈവത്തെ സ്തുതിക്കുന്നതാണ് ആരാധന. ദൈവത്തിൻ്റെ സ്തോത്രം! അതാണ് സ്തുതി, അതാണ് ഹാലേലിയ. വെറുതെ നാവുകൊണ്ട് പറയുന്നൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നാം തുള്ളിച്ചാടും, നമ്മുടെ സ്വഭാവം മാറും, പ്രകൃതം മാറും. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ ആർത്തുപാടി സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം! ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ നിത്യജീവൻ എന്ന് പറയുന്നത്, ഈ രക്ഷ എന്ന് പറയുന്നത്, അതൊരു വ്യക്തിയാണ്. യോഹന്നാൻ്റെ ഒന്നാം ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല എന്ന്. അതെ, ഇപ്രകാരം മാനസാന്തരപ്പെട്ട് ഒരു പുനർജീവൻ പ്രാപിച്ചവൻ, യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച് ഒരു മാനസാന്തരം അനുഭവിക്കുന്നവൻ, പുതിയ സൃഷ്ടിയാകുന്നവൻ, അവൻ ആരാണ്? ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. ഭൂമിയിൽ ലോകപ്രകാരമുള്ള നമ്മുടെ മാതാവിൽ നിന്നോ പിതാവിൽ നിന്നും ജനിച്ചു. പക്ഷേ ദൈവത്തിൽ നിന്ന് അവൻ ജനിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന പുതുജനനം. ദൈവത്തിന് സ്തോത്രം! ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ്റെ പ്രത്യേകത എന്താണ്? അവർ പാപം ചെയ്യുന്നില്ല, അവർ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അവൻ്റെ വില എന്താണെന്ന് അവനറിയാം. ദൈവം അവന് കൊടുത്ത വില എന്താണെന്ന് അവനറിയാം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ അരുമകുമാരൻ്റെ ജീവനുള്ള രക്തം, വിലയേറിയ രക്തമാണ് അവന് കൊടുത്ത്. വിലയേറിയ രക്തം കൊടുത്ത് അവനെ വിലയ്ക്ക് മേടിച്ചു, വീണ്ടെടുത്തു. അവനറിയാം. അതുകൊണ്ട് അവൻ തന്നെത്താൻ സൂക്ഷിക്കും. ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ പാപം തൊടാതെ അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല, അവനെ ദുഷ്ടൻ തൊടുവില്ല. ആ രക്തത്തിൻ്റെ ആ വലയത്തിനകത്ത്, ആ രക്തവലയത്തിനകത്ത് ഒതുങ്ങിക്കൂടി നിൽക്കുന്നത് ദൈവവൈതലിനെ ദുഷ്ടം തൊടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ച് നോക്കൂ. നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ഇവരെല്ലാവരും പ്രിയപ്പെട്ടവരെ ആ ഒരു രക്തവലയത്തിനകത്ത് വരണമെന്ന് നിങ്ങൾ കൊതിക്കാറുണ്ടോ? ആഗ്രഹിക്കാറുണ്ടോ? മക്കൾ പഠിക്കാൻ പോകുന്നു, മക്കൾ ഈ വിഷമയമായ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഈ കഞ്ചാവും ലഹരി വസ്തുക്കളും എല്ലാമായി ലോകം ഇന്ന് പ്രിയപ്പെട്ടവരെ എത്രയോ വഷളായിരിക്കുന്നു. അശുദ്ധി നടമാടുന്നു.
സെക്ഷൽ സിൻ എന്ന് പറയുന്നത് യാതൊരു കൺട്രോളുമില്ലാതെ പരസ്യമായ രീതിയിൽ തന്നെ ഇപ്പോൾ ആ സെക്ഷൽ സിൻ നടമാടിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. അതിലേക്ക് യുവതലമുറ മുഴുവൻ ആകർഷിക്കപ്പെട്ട് നാശത്തിലേക്ക് പോകുന്നു. ഈ ശരീരം എന്ന് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ രക്തം കൊടുത്ത് മേടിച്ചതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അപ്പനും അമ്മയ്ക്കും നിങ്ങളുടെ നാവ് തുറക്കാറുണ്ടോ? ദേവാലയങ്ങളിൽ അത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടോ? പ്രിയപ്പെട്ടവരെ, വേണ്ട. കൂട്ടായ്മകളിൽ സത്യമായി ഈ വചനം, ജീവൻ്റെ വചനം, രക്ഷയുടെ വചനം, ക്രൂസിൻ്റെ വചനം അതേ ആത്മാവിൽ പകർന്നു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, ആദ്യം വിധിക്കുകയല്ല, പക്ഷേ ഇതിന്ന് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. യുവതലമുറകളെയും യേശു ക്രിസ്തുവിലേക്ക് നടത്തേണ്ട കാലമാണ്. ഇല്ലെങ്കിൽ മാതാപിതാക്കന്മാർ ദുഃഖിക്കേണ്ടി വരും, കരയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ട് ഞെരിഞ്ഞമർന്നിരിക്കുമ്പോൾ എളുപ്പമല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അവർ സ്വീകരിക്കുകയില്ല. അപ്പനും അമ്മയും ശത്രുക്കളായി മാറും. അവരെ ഉപദേശിക്കുന്നവരെ ശത്രുക്കളായി മാറും. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം. ഈ കാലലക്ഷണങ്ങൾ നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാണ് നമ്മുടെ കർത്താവ് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ കാലം എപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അല്ല, നാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത് എപ്പോഴാണ് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ഒരുങ്ങണം, മറ്റുള്ളവരെ ഒരുക്കണം. നമ്മുടെ രക്തബന്ധത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നാം ഒരുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള ബാധ്യത നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ രക്ഷ അനുഭവിക്കുന്നവൻ കർത്താവായ യേശുവിൻ്റെ രക്തവളപ്പിലായിരിക്കും. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. യേശു ക്രിസ്തുവിലുള്ള രക്ഷ, ക്രൂശ് മുഖേന വന്നതായ രക്ഷ, ക്രൂശ് മരണം മൂലമുണ്ടായ രക്ഷ, വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ഒരു മാനസാന്തരം അനുഭവിക്കുമ്പോൾ ആ രക്തവലയത്തിലാകുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ രക്ഷ നാം അനുഭവിക്കണം. അടുത്ത വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നമുക്കറിയാമത്. ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണോ എന്ന് എനിക്കറിയാം. എനിക്കൊരു ശരിയായ ഭാവബോധവും മാനസാന്തരവും ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് എനിക്ക് ഉറപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ആരാണ് സത്യദൈവമെന്ന് യേശു നമുക്ക് കാണിച്ചു തന്നു. അവൻ തന്നെയാണ് ദൈവം, പിതാവും പുത്രനും പരിശുദ്ധ സത്യേക ദൈവം. ആ പുത്രൻ പിതാവാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കും ഉപവിഷ്ടനായിരിക്കുന്ന മെശിഹാ തമ്പുരാൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അവർ തമ്മിൽ ഭേദമില്ല, അവർ ഒന്നാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സൂര്യരശ്മിയിൽ ആ സൂര്യരശ്മിക്കകത്ത് തന്നെ പ്രകാശവും ചൂടും ഉള്ളതുപോലെ തന്നെ ദൈവിക തൃത്വത്തിനകത്ത് ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ, പുത്രൻ, രക്ഷകനായ പുത്രൻ, ദൈവത്തിന് സ്തോത്രം. പിതാവ്, സൃഷ്ടാവായ ദൈവം, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ റൂഹ, സകലത്തെയും പൂർത്തിയാക്കി തേക്കുന്നവനായ ജീവനുള്ള പരിശുദ്ധ റൂഹ. പ്രിയപ്പെട്ടവരെ, ഇതൊന്നാണ്. ദൈവത്തിന് സ്തോത്രം. സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു കർത്താവ് നമുക്ക് വിവേകം തന്നു. സ്തോത്രം. അടുത്ത വാക്യം. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. നാം സത്യദൈവത്തിലാകുന്നു, കർത്താവായ യേശു ക്രിസ്തുവിലാകുകയാണ്. ജീവിതം കർത്താവിന് കൊടുത്ത് പുതിയ ഒരു ജീവിതം തുടങ്ങുമ്പോൾ നാം ക്രിസ്തുവിലാകുകയാണ്. അപ്പോൾ നാം പുതിയ സൃഷ്ടിയാകുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സർവവും പുതുതായി തീർന്നിരിക്കുന്നു. പുതിയ ഒരു സൃഷ്ടി. ആ അനുഭവത്തിലാണ് പിന്നെ ജീവിതം. പിന്നെ ദുഷ്ടം തൊടുകയില്ല, പിന്നെ പാപം തൊടുകയില്ല. പ്രിയപ്പെട്ടവരെ, പ്രായോഗികമായിട്ടിത് സാധിക്കുമെന്നാണ് ഈ പറയുന്നത്. മനസ്സറിഞ്ഞെൻ്റെ കർത്താവേ, ഒരു പാപം എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് നിർണയിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, നിർണയമായിരിക്കണം. 2 2 4 എന്ന് പറയുന്ന പോലെ 2 2 5 അല്ല, 2 2 4 അതുപോലെ ഒരു നിർണയം ഉണ്ടായിരിക്കണം. ദൈവമേ, ഇനി പാപം എന്നെ തൊടുകയില്ല, ഇനി മേലിൽ ഞാനൊരു പാപം ചെയ്യുകയില്ല. അത് നിർണയമായിരിക്കണം. മേലിൽ ഞാൻ പാപത്തിലേക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ഉറപ്പാക്കാൻ പ്രിയരെ, നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലായി. യേശു ക്രിസ്തു ഹൃദയത്തിൽ വന്നു.
പിന്നെ ദുഷ്ടൻ തൊടുകയില്ല. അതിൽ നിങ്ങൾ നിലനിൽക്കണം. ഒരു മാനസാന്തരം എന്ന് പറയുന്നത് എളുപ്പമാണ്, പക്ഷേ നിലനിൽക്കുന്നത് ബുദ്ധിമുട്ടാണ്. നിലനിൽക്കുന്നത് അത്ര എളുപ്പമല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ആകെ നമ്മുടെ ജീവിതത്തിൽ വേറെ പല രീതിയിലേക്കും ദുഷ്ടൻ നമ്മെ വഞ്ചിച്ചുകൊണ്ട് പോകാനുള്ള പഴുതുകൾ നോക്കിയിരിക്കുകയാണ് പിശാച്. അതിനിടം കൊടുക്കാതെ നമ്മളെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് യേശുവിൻ്റെ രക്തവളപ്പിൽ നാം നിന്നാൽ ദുഷ്ടൻ തൊടുകയില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ആരാ അപ്പം നിത്യജീവൻ? സത്യദൈവം ആരാ? അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കർത്താവായ യേശു ക്രിസ്തു നിത്യജീവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സത്യദൈവമാണ് നിത്യജീവൻ. അത് കർത്താവായ യേശുവാണ്. നിത്യജീവൻ, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അതുകൊണ്ട് ഒരു ഉപദേശം ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ അപ്പോസ്തലൻ ഒരു ഉപദേശം തരികയാണ്. എന്താണ്? കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. എൻ്റെ ദൈവമേ, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിട്ട് സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുകയാണ്. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. വിഗ്രഹം എന്ന് പറയുന്നത് ലോകത്തിലുള്ള എന്തിനെയെങ്കിലും നാം സ്നേഹിച്ചാൽ അതാണ് വിഗ്രഹം. ദൈവത്തെക്കാൾ കൂടുതൽ, യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ നമ്മുടെ സ്വന്തപ്പെട്ടവരോ മക്കളോ ഭാര്യയോ ഭർത്താവോ അപ്പനോ അമ്മയോ ആരുമാകട്ടെ, പ്രിയപ്പെട്ടവരെ, ആരെയെങ്കിലും എന്തിനെയെങ്കിലും ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ വിഗ്രഹമായി. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഹൃദയം ഒന്നിലേക്കും ഒരു വ്യക്തിയിലേക്കും ചാഞ്ഞു പോകരുത്. ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും എന്ന് അപ്പോസ്തലൻ പറയാറുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ നാം വായിച്ചു. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 11-1-2 വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, ആ കൊരിന്ത്യയിലെ ജനങ്ങളോട്, ദൈവമക്കളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ എരിവോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എരിയുകയാണ്. ദൈവത്തിൻ്റെ എരിവ്. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതാണ് എരിവ്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നിങ്ങൾക്ക് വചനം തന്നു, വചനത്തിൽ ഞാൻ നിങ്ങളെ നടത്തി, നിങ്ങളെ ക്രിസ്തുവിലേക്ക് ഞാൻ നടത്തി. പക്ഷേ ക്രിസ്തുവിൻ്റെ മനസ്സ് ഇന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കൾ എന്നെ വിട്ടു പോകുമോ? എൻ്റെ മക്കൾ പിശാചിൻ്റെ വലയിലേക്ക് പോകുമോ? എൻ്റെ മക്കൾ വീണ്ടും ലോകത്തിലേക്ക് ഇറങ്ങി പോകുമോ? എൻ്റെ മക്കൾ വഷളായി പോകുമോ? ക്രിസ്തുവിൻ്റെ എരിവ് അതാണ്. ക്രിസ്തുവിൻ്റെ എരിവ്. എൻ്റെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ആ ഏകാഗ്രതയും, നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഭയം നമ്മളോട് അറിയിക്കുകയാണ്. മക്കളെ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകല്ലേ, വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിലനിന്നാൽ ഒരു നാൾ എൻ്റെ കർത്താവ് വരും. ആ വിശുദ്ധ മണവാട്ടിയെ ചേർക്കാൻ കർത്താവ് വരും. എൻ്റെ യേശു വരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാം മഹത്വപ്പെടട്ടെ. നാം ഇങ്ങനെ ആ നിത്യജീവന് 1-ാം സ്ഥാനം കൊടുത്ത് നാം ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതെന്തൊരു സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ഭക്തൻ പാടുന്നത്. എന്താണ്? പുത്തനാമേരുശലേമിൽ എത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൻ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. പുത്തനാമേരുശലേമിൽ എത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൻ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം
തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. അതിനാണ് കർത്താവ് വരുന്നത്. ആ തേജസ്സേറും യേശുവിനോട് കൂടെ ആ സ്വർഗീയ മഹാമണിയറയിൽ അവനോടുകൂടെ നിത്യമായ വാസം, അതിലേക്ക് നമ്മെ ചേർക്കാൻ യേശു വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരുങ്ങിയോ പ്രിയപ്പെട്ടവർ? നിങ്ങൾ ഒരുങ്ങിയോ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇത് നല്ല സമയം, ഇത് സുപ്രസാദകാലം, ഇത് രക്ഷാദിവസം. ഈ രക്ഷയുടെ വചനം, ക്രൂസിൻ്റെ വചനം, ക്രൂസിൻ്റെ തിരുരക്തത്തിൻ്റെ വചനം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ കർത്താവായ യേശുവിനെ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കൂ. പാപത്തോട് എന്നേക്കുമായി യാത്ര പറയൂ. കർത്താവേ, ഇനിമേൽ പാപത്തിലേക്കില്ല, മനസ്സറിഞ്ഞൊരു പാപം എൻ്റെ ജീവിതത്തിൽ വരികയില്ല. നിങ്ങൾ യേശുവിനോട് വാക്ക് പറയൂ. യേശു നമ്മെ നോക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശു നിങ്ങളെ ആളാമ്പ്രതി നോക്കുന്നു. അവനോട് നിങ്ങളൊരു വാക്ക് പറയൂ. ആ ഹൃദയം സന്തോഷിക്കട്ടെ. തകർക്കപ്പെട്ടതായ ആ ചങ്കിനകത്തോട് നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാം. അവനോട് നിങ്ങളൊരു വാക്ക് പറയൂ. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഈ നിമിഷം ഞാനൊരു പുതിയ സൃഷ്ടി. യേശുവേ, മനസ്സറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരു പാപം വരികയില്ല. എൻ്റെ മിശിഹാ തമ്പുരാനെ, നിന്നെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാനിതാ സ്വീകരിക്കുന്നു. യേശുവിനോട് വാക്ക് പറയൂ. യേശു അനുഗ്രഹിക്കട്ടെ. യേശു നിങ്ങളുടെ ശിരസ്സമേ തൃക്കരം വെക്കട്ടെ. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കട്ടെ. നിങ്ങളുടെ ശാപദോഷങ്ങൾ നീക്കട്ടെ. പാപങ്ങൾ പരിഹരിക്കട്ടെ. തിരുരക്തം നിങ്ങളെ വലയം ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.